എന്തായി കടമൊക്കെ തീർന്നാ? ഈ കട എടുക്കുന്നതും കൊടുക്കുന്നതും അല്ലാതെ ഈ കട ഇല്ലായിരിക്കാൻ വല്ല വഴിയുണ്ട്? അതിപ്പോ ചില വഴികളൊക്കെ ഉണ്ട്, ഞാൻ പറയാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കടം വരാതിരിക്കാൻ ഉപദേശിക്കാൻ മാത്രം ഒന്നുമില്ല, എന്നാലും ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ വരുന്ന വീഴ്ചകളെല്ലാം നന്നായി മനസ്സിലാക്കണം. ആദ്യം വേണ്ടത് കൃത്യമായ ഒരു ബജറ്റ്, വരവും ചിലവും എത്ര എന്ന തിരിച്ചറിവും അതിനനുസരിച്ച് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്യാനുള്ള കഴിവും. ഇനി എത്ര കണക്ക് കൂട്ടിയാലും ചെറിയ ചെറിയ ചിലവുകൾ വരും, അത് മുൻകൂട്ടി കാണണം. ദൈനംദിന ചെലവുകൾക്കിടെ വരുന്ന ഇത്തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെലവുകൾ അത് കണക്കിൽപ്പെടുത്താതെ വിട്ടുകളഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു തുകയാകും മാറുന്നത്. പിന്നെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെറുതായെങ്കിലും ഒന്ന് പഠിക്കാം. അതായത് സാമ്പത്തിക സാക്ഷരത, ബജറ്റ്, സമ്പാദ്യം, നിക്ഷേപം, കടം കൈകാര്യം ചെയ്യൽ എന്നിവയെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാം. മറ്റൊരു പ്രധാന കാര്യം എമർജൻസി ഫണ്ടാണ്. അപ്രതീക്ഷിതമായി വരുന്ന ചില പണികൾ അത് പലപ്പോഴും കടം വരുത്തും. അതുകൂടി ബജറ്റ് തയ്യാറാക്കുമ്പോൾ പരിഗണിച്ചാൽ നമുക്ക് കരുതിയിരിക്കാം. പിന്നെ ക്രെഡിറ്റ് കാർഡ്, മറ്റു ലോണുകൾ, അല്ല ഇനി നിക്ഷേപങ്ങളായാലും കൈകാര്യം ചെയ്യുമ്പോൾ തിരിച്ചടവുകൾ, തവണകൾ, പലിശ, പിഴ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഭയം വേണ്ട, ജാഗ്രത മതി. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ബാധ്യതകളെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താം. ഇപ്പൊ ക്ലിയർ ആയില്ലേ?